യുകെയിലേക്ക് വന്നിട്ട് ഞാൻ ഏറ്റവും മിസ് ചെയ്ത കാര്യം എൻ്റെ ഡാൻസാണ്. അപ്പം ഞാൻ ഇന്നിവിടെ ഒരു പ്രോഗ്രാം ചെയ്യാൻ പോവാണ്. സോ ഗെറ്റ് റെഡി വിത്ത് മീ. ഞാൻ ഈ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്കേ ഉള്ളൂ. എൻ്റെ റൂംമേറ്റ് നാട്ടിലായിരുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണിത്. ആക്ച്വലി ഇതെടുത്തിട്ട് കുറേ നാളായി ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഫ്രണ്ട്സൊക്കെ ഒരു സൈഡിൽ പ്ലേ ചെയ്തുകൊണ്ട് എല്ലാം ഹെയർ, മേക്കപ്പ്, ഡ്രസ്സിങ് എല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യണത്. അപ്പം ഹെയർ ഏകദേശം സെറ്റായിട്ടുണ്ട്. 2024 നടന്ന ദുർഗാ പൂജയോട് സംബന്ധിച്ച് ഇവിടുത്തെ ഒരു ബംഗാളി അസോസിയേഷൻ്റെ പ്രോഗ്രാമായിരുന്നു ഇത്. ഒരു ഫ്രണ്ട് എന്നോട് ചോദിച്ചു, നീ ഭരതനാട്യം ചെയ്യുമല്ലോ, അപ്പോൾ എന്നിട്ടൊരു സിംഗിൾ ഡാൻസ് ചെയ്യാമോ എന്ന്. അപ്പോൾ കേൾക്കേണ്ട വാതി ഞാൻ ഓടി. നാട്ടിൽ നിന്ന് തന്നെ എല്ലാ സാധനങ്ങളും ഓൾറെഡി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴാണ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ പറ്റാത്തതെന്ന് അറിയാത്തതുകൊണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഓരോന്നായിട്ട് ചെയ്യണം. ഇനിയിപ്പോൾ ഡ്രസ്സ് ഇടുക എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ഒരു ചെറിയ ടാസ്ക്കാണ്. പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്യാനും മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കാനും. ഞാൻ നാട്ടിൽ ട്രിവാൻഡ്രത്ത് കവടിയാർ ലക്ഷ്യ ഡാൻസ് സ്കൂളായിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ നാട്ടിൽ മിസ് ചെയ്യുന്നത് അതിൽ വൺ ഓഫ് ദ മെയിൻ തിങ് എൻ്റെ നാട്ടിലെ ഡാൻസ് ക്ലാസ്സാണ്. അപ്പോൾ അത് അഭിഷേക് വന്നു. ഇനി ഞാൻ അഭിഷേകും കൂടെ പോകണം. എൻ്റെ ബാക്കി ഫ്രണ്ട്സിനൊന്നും ലീവ് കിട്ടിയില്ല. ഞങ്ങൾ രണ്ടും കൂടെ ഊബർ എടുത്ത് അവിടെ പോയി. അപ്പോൾ ആദ്യം കുറേ പാട്ടും ഡാൻസും കുറേ പേരുടെ ഡാൻസ് ഉണ്ടായിരുന്നു. എൻ്റെ ഈ ഗ്രൂപ്പിൽ തന്നെയുള്ള ഒത്തിരി കുട്ടികളുടെ ഡാൻസ് ഉണ്ടായിരുന്നു. ഈ ബംഗാളി പാട്ടിനാണ് ഞാനും കളിച്ചത്. എല്ലാം ദുർഗ റിലേറ്റഡ് സോങ്സ് അവർ തന്നതായിരുന്നു. അത് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റിയുടെ കൂടെ കുറേ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞാൻ പോയി. ഈ വീഡിയോയിൽ എനിക്കൊരു സ്പെഷ്യൽ താങ്ക്സ് പറയാനുണ്ട് എൻ്റെ കസിൻ കാർത്തിയുടെ അടുത്തും എൻ്റെ അളിയൻ അതിലിനോടുമാണ്. അവരാണ് എൻ്റെ ഈ ഡാൻസിൻ്റെ കംപ്ലീറ്റ് കോസ്റ്റ്യൂം വിത്ത് ചെലങ്ക നാട്ടിൽ നിന്ന് ഇവിടെ എന്നെ എത്തിക്കാൻ സഹായിച്ചത്. താങ്ക് യു ഗൈസ്.